ഞാനിവിടെ 4 ലാർജ് പൊട്ടാറ്റോസ് ജസ്റ്റ് സോൾട്ട് മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് നല്ല സോഫ്റ്റാക്കി എടുത്ത് കുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മളുടെ ഒരു ബേസാണ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് ഷെപ്പേർഡ്സ് പൈയുടെ. ബീഫ് ഞാനൊരു 1/2 kg ബീഫ് ഇവിടെ പെപ്പർ, ചില്ലി പൗഡർ, ക്യുമിൻ, ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, ടൊമാറ്റോ സോസ്, കൊറിയാൻഡർ പൗഡർ ഇതൊക്കെ വെച്ചിട്ട് ഞാനത് കുക്ക് ചെയ്തെടുത്ത് അതിൻ്റെ സ്റ്റോക്ക് ഞാൻ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരു പാൻ എടുത്തിട്ട് ഓയിൽ ജസ്റ്റ് ഏതെങ്കിലും കോൺ ഓയിൽ ഓർ വെജിറ്റബിൾ ഓയിൽ നമ്മളത് ചൂടാക്കുക. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബീഫ് എടുത്തിടുക. ബീഫ് മൈൽഡായിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും ഒരു 1/4 ഫെനലും പിന്നെ ആവശ്യത്തിന് ഓയിലും കൂടി ഇട്ട് നമ്മൾ മൈൽഡായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഫ്ലേവറും ടെക്സ്ചറും നമുക്ക് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് റോസ്റ്റായിട്ട് വരിക. അപ്പം ഒരുപാടങ്ങ് ബ്രൗൺ ആകണ്ട, എന്നാൽ കറക്റ്റായിട്ടൊന്ന് കുക്കായി വരികയും വേണം. ഇനി വേറൊരു പാനിൽ നമുക്ക് 2 മീഡിയം സൈസ് ഓണിയൻസ് ഡൈസ് ചെയ്തെടുത്തിരിക്കുന്നത് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. കുറച്ച് സോൾട്ടും കൂടി ഇട്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്ന് ഈസി ആക്കാം. അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ ആകുന്നതിനും വരെ അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പം ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 1/4 പെപ്പറും കൂടി നമുക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക്. അപ്പം ഇത് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം അതിൻ്റെ ഒരു റോ ടെക്സ്ചർ മാറുന്നിടം വരെ. സ്പൈസ് ലെവൽ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് നല്ലപോലെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1 കപ്പ് ക്യാരറ്റ് ആൻഡ് പീസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി നമ്മൾ ഇതിലേക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു 110 ടൊമാറ്റോ സോസ് ഞാൻ ഇതിലേക്ക് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ആക്കി കിട്ടാനായിട്ട് നോക്കുക. ഇതിൻ്റെ ഒരു റോ ഫോം ഒന്ന് മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാതെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റേതായ ഒരു ഫ്ലേവറിൻ്റെ ഒരു ഡിഫറൻസ് കിട്ടും. ഇനി ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് റിച്ച് ആക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഹെർബ്സ് എടുത്തിട്ടുണ്ട്. അത് റോസ്മേരിയും തൈമുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് കമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇത് നല്ലൊരു റിച്ച് ഫ്ലേവർ ആഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു തിക്നിങ് ഏജൻറ്റായിട്ട് ഒരു 1 ടീസ്പൂൺ മൈദയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി കുറച്ചൊന്ന് തിക്കായിട്ട് വരും. അത് നമ്മൾ സ്ലോലി മിക്സ് ചെയ്യുന്നതനുസരിച്ച് തന്നെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറുന്നത് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കുക്ക് ചെയ്തെടുത്ത് വെച്ച് റോസ്റ്റ് ചെയ്തെടുത്ത ബീഫ് ഇതിലേക്കൊന്ന് കമ്പൈൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ വെജീസും ബീഫും കൂടി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെൽ കമ്പൈൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട്. നമ്മളിത് ലാസ്റ്റിൽ എടുക്കുന്നതിന് മുന്നേ നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് സ്റ്റോക്കും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം ഇതും കൂടി എടുത്ത് വെൽ കമ്പൈൻ ചെയ്തെടുക്കുക. ഇത് ഒരുപാട് ലൂസ് ആകില്ല, ബിക്കോസ് നമ്മൾ മൈദ ആഡ് ചെയ്തുകൊണ്ട് അത് തിക്നിങ്ങിൻ്റെ ആ ഒരു ഏജൻറ്റ് ഉള്ളതുകൊണ്ട് അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇനി നമ്മളുടെ പൊട്ടാറ്റോ ബേസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്ത പൊട്ടാറ്റോസാണിത്. ഇതിലേക്ക് ഒരു എഗ്ഗ് ആഡ് ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ മിൽക്ക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു മിക്സിങ് നമ്മൾ ശരിയാക്കുന്നത്. അതിൻ്റെ ഒരുപാട് തിക്കല്ലാതെയും എന്നാൽ ഇത് വെൽ കമ്പൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിൽക്ക് കുറച്ചായിട്ട് റൂം ടെമ്പറേച്ചറിലിരിക്കുന്നത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനി നല്ലപോലെ സോൾട്ടും കൂടി ഇട്ടിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. അന്നേരം നമ്മൾ എന്തെങ്കിലും ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മാഷ് ചെയ്യുന്ന ഇത് വെച്ചിട്ടോ നമ്മൾ ജസ്റ്റ് നല്ലപോലെ ഒന്ന് കമ്പൈൻ ചെയ്ത് നല്ല പേസ്റ്റ് പോലെ സ്മാഷ് ചെയ്ത് അത് വരണം. നല്ലപോലെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴത്തേന് നമുക്കിവിടെ കുറച്ച് സ്കാലിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാം, നമ്മുടെ സ്പ്രിങ് ഓണിയൻ. അപ്പം അത് നല്ലൊരു ഫ്ലേവർ തരും. കുറച്ചൊന്ന് റിസർവ് ചെയ്യണം, നമ്മൾ ലാസ്റ്റിൽ അത് ബേക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേനൊന്ന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് നല്ലപോലെ കമ്പൈൻ ചെയ്ത ശേഷം നമ്മളിത് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഇത് തീരെ അങ്ങ് പൊടിയാതെ കുറച്ച് ക്രഞ്ചി ആയിട്ട് കിട്ടും.
ഇനി ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓയിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇത് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അടിയിൽ ആദ്യം നമ്മൾ ബീഫിൻ്റെ മിക്സ്ചറാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അത് ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മുടെ പൊട്ടാറ്റോ സ്മാഷ്ഡ് ആയിട്ടുള്ള മിക്സ്ചർ നമ്മൾ മുകളിൽ വയ്ക്കാനായിട്ട്. അപ്പോൾ മുകളിൽ അത് സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ നേരത്ത് ആദ്യം നല്ലപോലെ നമ്മൾ സ്പാച്ചുല വെച്ചിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർക്ക് ഇട്ട് നമ്മളൊരു ഡിസൈൻ പോലെ നേരെ ജസ്റ്റ് സ്ട്രീക്സ് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് വരും അത് ബേക്ക് ചെയ്യുമ്പോൾ. നമുക്കിത് ബേക്ക് ചെയ്യേണ്ടത് 350 ഡിഗ്രിയിൽ ഒരു 30 to 40 മിനിറ്റ്സ് ആണ്. അൺടിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ഒരു കളർ ഫോം ചെയ്യുന്നിടം വരെ നമ്മളിതൊന്ന് നല്ലതായിട്ടൊന്ന് വെൽ ബേക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ ഷെപ്പേർഡ്സ് പൈ ബേക്ക് ചെയ്ത് കഴിയുമ്പോഴുള്ള ഫൈനൽ ലുക്കാണിത്. നല്ലൊരു ഡിന്നർ മീലാണ്. ബീഫ് ലവേഴ്സിന് അവർക്ക് നല്ലപോലെ ഒരു പ്രിഫറൻസ് വരുന്നൊരു മീലാണ്. അപ്പോൾ ഇത് വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല, ഡീപ്പ് ഫ്രൈഡ് അല്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.